ട്രേഡേഴ്സ് ഈ വീഡിയോയിൽ ഞാൻ ഫിബൊനാക്കി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അതിനെ എങ്ങനെയാണ് ട്രേഡിൽ യൂസ് ചെയ്യുന്നത്, എന്താണ് ഫിബൊനാക്കി ലെവൽസ് ഏതൊക്കെയാണ്, എങ്ങനെയാണ് നമ്മൾ അതിനെ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അത് യൂസ് ചെയ്ത് ട്രേഡ് എടുക്കേണ്ടത്, എങ്ങനെയാണ് അതിനെ ഞാൻ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ 2 ദിവസം മുന്നേ ഞാൻ നമ്മളുടെ ഒരു വീഡിയോയ്ക്ക് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ഫിബോയെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസിസിൽ ഞാൻ എങ്ങനെയാണ് ഫിബോയെ യൂസ് ചെയ്യുന്നതെന്നുള്ളൊരു വീഡിയോ ആണ്. ആദ്യം ഫിബോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലിയനാർഡോ ഫെബനാക്കി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ, ഓക്കെ, ഇറ്റലിക്കാരനായ പുള്ളി 13th സെഞ്ച്വറിയിൽ കണ്ടുപിടിച്ച ഒരു സീക്വൻസ് ആണ് ഫിബോനാക്കി. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ്സ്, ആനിമൽസ്, സോളാർ സിസ്റ്റം എന്തിൽ വേണമെങ്കിലും ഈ സീക്വൻസിനെ യൂസ് ചെയ്യാം. ഇതുപയോഗിച്ച് എങ്ങനെ ചെയ്യാം എന്നൊക്കെയാണ് ഉള്ളത്. അപ്പം ഇതിനെ നമ്മളുടെ ട്രേഡേഴ്സ് ഇതിനെ നോക്കിയപ്പോഴത്തേക്കും ഇതിനെ ട്രേഡിങ്ങിൽ എന്തുകൊണ്ട് യൂസ് ചെയ്തുകൂടാ എന്ന് നോക്കിയിട്ട് ട്രേഡേഴ്സ് ഇതിനെ യൂസ് ചെയ്ത് ട്രേഡ് എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒരു അമേസിംഗ് ആയ റിസൾട്ട്സ് ആണ് അവർക്കൊക്കെ കാണാൻ സാധിച്ചത്. ഇതിപ്പോഴല്ല, ഇയേഴ്സ് ബാക്കുള്ള കാര്യമാണ്. സോ ഇനി ഈ ഫിബൊനാക്കിയിൽ സീക്വൻസസ് എങ്ങനെ ഫോം ചെയ്യുന്നു, ഈ ലെവൽസിനെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നിയില്ലേ ഇത് ബോറാണെന്ന്? ഇങ്ങനെയാണ് എന്നെ പഠിപ്പിച്ച മെൻഡർ എന്നെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചത്. ഫിബൊനാക്കി എന്താണ്, ഇത് ആരാണ് കണ്ടുപിടിച്ചത്, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് ഈ പോയിൻറ്റ്സ് ലെവൽസിനെ ഇത് ഇത്രയും പ്ലസ് ഇത്രയും ചെയ്തിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ലെവൽ വരുന്നു, ആ ലെവൽ വരുന്നു. എൻ്റെ പൊന്നു മച്ചാന്മാരെ, അങ്ങനെയൊന്നും പഠിക്കേണ്ട ഒരു കാര്യമില്ല. സിമ്പിളായിട്ട് പറഞ്ഞാൽ, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ് ആണ്. ചാൾസ് ബാബേജ് ഇന്നിടത്തിരുന്നപ്പോൾ ഇത് കണ്ടുപിടിച്ചു. നമുക്കിപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയണമെങ്കിൽ ചാൾസ് ബാബേജിനെ പറ്റി പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ എന്നെ പഠിപ്പിച്ച എൻ്റെ ട്രേഡർ അല്ലെങ്കിൽ എൻ്റെ മെൻഡർ എന്നെ ഇങ്ങനെയൊക്കെയാണ് ഫിബൊനാക്കി പഠിപ്പിച്ചത്. അപ്പോൾ ഞാൻ എന്നിട്ട് ഈ ഇരുന്ന് രാത്രിയിലൊക്കെ ഈ ഫിബൊനാക്കി ലെവൽസ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നൊക്കെ പഠിച്ച് അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കത്തിയത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കെന്താ മച്ചാനെ വേണ്ടത്? നമുക്ക് വേണ്ടത് ഈ ഫിബൊനാക്കി ലെവൽസ് മാർക്കറ്റിൽ യൂസ് ചെയ്യാൻ അറിയണം. ഈ ഫിബൊനാക്കി ലെവൽസിനെ ചാർട്ടിൽ പ്ലോട്ട് ചെയ്യാൻ അറിയണം. ഈ ചാർട്ടിൽ പ്ലോട്ട് ചെയ്ത ലെവൽസിനെ വെച്ച് നമുക്ക് ട്രേഡ് എടുക്കാൻ അറിയണം. ബേസിക്കലി ഇത്രയും ചെയ്താൽ മതി. ഓവറോൾ ഇത് വെച്ച് 10 പൈസ ഉണ്ടാക്കാൻ സാധിക്കണം. അതിന് വെറുതെ തലമുണ്ടാക്കി കണ ഈ ബ്ലാ 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 മൊത്തം ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. സോ എന്താണ് ഫിബൊനാക്കി, ഇതിനെ എങ്ങനെ യൂസ് ചെയ്യണം, ഇതിനെ എങ്ങനെ പ്ലോട്ട് ചെയ്യണം, ഇത് വെച്ച് എങ്ങനെ ട്രേഡ് എടുക്കണം, ബേസിക്കായിട്ട് ഉള്ള കാര്യങ്ങൾ മാത്രം പഠിക്കുക. ഓക്കെ, താണ്ടെ നമുക്കപ്പോൾ തുടങ്ങാം. കർസർ നോക്കിക്കോളാം. എൻ്റെ കയ്യിൽ റൈറ്റിംഗ് പാഡില്ല. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ചിലപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഒരു ലൈൻ, ഒരു സ്ട്രെയിറ്റ് ലൈൻ്റെ അതാദ്യമേ പറയുന്നതാണ്. ഇതൊരു സ്ട്രെയിറ്റ് ലൈനാണ് ഞാൻ വരയ്ക്കുന്നത്, പക്ഷേ കണ്ട അതിങ്ങനെ ഒരു ഷെയ്ക്ക് വരുന്നുണ്ട്. സോ അതിനെ നിങ്ങൾ ഈ റൈറ്റിങ്ങിലുണ്ടാവുന്ന എറർ, ടെക്നിക്കൽ എറർ ഒന്നും നോക്കണ്ട കേട്ടോ. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാവുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇതാ ലെഫ്റ്റ് സൈഡിൽ കർസർ നോക്കുക. 1 2 3 ഈ മൂന്നാമത്തെ ടൂൾസിൽ പോവുക. ഈ മൂന്നാമത്തെ ഇതിൽ ഫസ്റ്റ് 1 ആണ് ഫിബോ റിട്രേസ്മെൻറ്റ് ടൂൾ. കണ്ടോ, ഇതാണ് ഫിബോ. ഒരു മിനിറ്റ്, കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാം. ഇതാണ് ഫിബോ. ഓക്കെ, തിരിഞ്ഞു പോയി, ഒരു മിനിറ്റ്, കറക്റ്റായിട്ട് പ്ലോട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഫിബോയെ ഇങ്ങനെ എടുത്ത് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴത്ത് തൊട്ട് മേള് വരെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് കളേഴ്സ്. ഇത് ഓരോ ലെവൽസ് അല്ലെങ്കിൽ ഓരോ റേഞ്ചസ് അല്ലെങ്കിൽ ഓരോ ഏരിയാസാണ്. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഓരോ നമ്പേഴ്സ് മാർക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യത്തെ നമ്പറാണ് 0.23, അത് കഴിഞ്ഞ് ഉള്ള നമ്പറാണ് 0.38, അത് കഴിഞ്ഞ് ഉള്ള നമ്പറാണ് 0.5, അത് കഴിഞ്ഞ് ഉള്ള നമ്പറാണ് 0.68. ഓക്കെ, 0.618. ഓക്കെ, ഇതൊക്കെ ഫിബൊനാക്കിയിലുള്ള ഡിഫറെൻറ്റ് ലെവൽസാണ്. ഈ ലെവൽസിൽ വരുമ്പോഴാണ് നമ്മൾ ട്രേഡുകൾ എടുക്കുന്നത്, ട്രേഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. ഇവിടെ താഴെ വരെ നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. സോ ഇതാണ് ഫിബൊനാക്കി എന്ന് പറയുന്ന ഇതാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ലെയേഴ്സും. സോ നമ്മൾ ഫിബൊനാക്കിയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതൊരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതറിയാതെ ഞാൻ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ഒരു മാർക്കറ്റ് എങ്ങനെയാണ് മൂവ് ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കണം. ഒന്ന്, മാർക്കറ്റിലുള്ള ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അപ്പ് ട്രെൻഡ് ഉണ്ട്, പിന്നെ ഡൗൺ ട്രെൻഡ് ഉണ്ട്. മാർക്കറ്റ് മേളിൽ നിന്നും താഴോട്ട് വീഴുമ്പോൾ ഡൗൺ ട്രെൻഡ് ഉണ്ട്.
മാർക്കറ്റിൻ്റെ ഡൗൺ ട്രെൻഡ് ഉണ്ട്. പിന്നെ ഉള്ള അടുത്ത ട്രെൻഡാണ് സൈഡ് വൈസ് മാർക്കറ്റ്. സൈഡ് വൈസ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ ചെയ്തതാ, ഈ ഒരു അപ്പർ റേഞ്ചും ഈ ലോവർ റേഞ്ചും ഇങ്ങനെ ഒരു റേഞ്ച് ഉണ്ട്. അപ്പോൾ സോ മാർക്കറ്റിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് ട്രെൻഡാണുള്ളത്? അപ്പ് ട്രെൻഡ് ഉണ്ട്, ഡൗൺ ട്രെൻഡ് ഉണ്ട്, പിന്നെ സൈഡ് വൈസ് മാർക്കറ്റ് ഉണ്ട്. ഇങ്ങനെ 3 ട്രെൻഡ്സാണ് മാർക്കറ്റിൽ ഉള്ളത്. സോ ഇതിൽ നമ്മൾ എങ്ങനെയാണ് ഫിബോയെ പ്ലോട്ട് ചെയ്യുന്നതെന്നാണ്. ഓക്കെ, ഇനി അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു മാർക്കറ്റ് അപ്പ് ട്രെൻഡിലാണെന്നിരിക്കട്ടെ, മാർക്കറ്റ് താഴെ നിന്നും മേളിലേക്ക് പോവുകയാണ്. സോ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് മാർക്കറ്റിൻ്റെ അപ്പ് ട്രെൻഡാണ്. ഓക്കെ, മാർക്കറ്റ് അപ്പ് ട്രെൻഡിലാണെങ്കിൽ, മാർക്കറ്റ് താഴെ നിന്നും മേളിലോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും മാർക്കറ്റ് ഇങ്ങനെ ഷൂ എന്ന് പറഞ്ഞ് പോകത്തില്ല. മാർക്കറ്റ് എപ്പോഴും പോകുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളിപ്പോയി താഴെ വന്നു, മേളിപ്പോയി താഴെ വന്നു, മേളിപ്പോയി താഴെ വന്നു, മേളിപ്പോയി താഴെ വന്നു. ഇങ്ങനെയാണ് ഈ ഒരു ഇതിനെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ, കാരണം അത് റൈറ്റിംഗ് പാഡ് ഇല്ലാതെ ഞാൻ മൗസ് വെച്ച് ഡ്രോ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. സോ ഇതിനെ എന്താ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്രേസ്മെൻറ്റ് എടുത്താണ് മാർക്കറ്റ് പോകണമെന്നാണ് പറയുന്നത്. ലോ ഹൈ, ഹയ്യർ ലോ, ഹയ്യർ ഹൈ, ഹയ്യർ ലോ, ഹയ്യർ ഹൈ. മനസ്സിലായോ? ഇവിടെ വന്നു ഒരു ഹൈ ഫോം ചെയ്തു, റിട്രേസ് ചെയ്തു. ഈ വാക്ക് നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ചോളാം. റിട്രേസ് ചെയ്തു, പിന്നെ മാർക്കറ്റ് മേളിലേക്ക് പോയി അടുത്ത ഒരു ഹയ്യർ ഹൈ ഉണ്ടാക്കി. നേരത്തെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് ഒരു ഹൈ ഉണ്ടാക്കി, അതിനാണ് ഹയ്യർ ഹൈ. മാർക്കറ്റ് താഴോട്ട് വന്നു, ഒരു ലോ ഉണ്ടാക്കി. ഇത് ഹയ്യർ ലോയാണ്. ഇതിനെന്തുകൊണ്ടാണ് ഹയ്യർ ലോ എന്ന് പറയുന്നത്? ഹയ്യർ ലോ എന്ന് പറയാൻ കാരണം ഈ ഒരു ലോയെ ബ്രേക്ക് ചെയ്തില്ല മാർക്കറ്റ്, അതിന് മേളിലാണ് ലോ ഉണ്ടാക്കിയത്. ഇതിനാണ് ഹയ്യർ ലോ എന്ന് പറയുന്നത്. അങ്ങനെ ഹയ്യർ ഹൈയും ഹയ്യർ ലോയും ഉണ്ടാക്കി മാർക്കറ്റ് മേളിലേക്ക് പോകുന്നതിനാണ് നമ്മൾ അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഈ ഒരു ലെവലിൽ നിങ്ങൾ ഓർത്തു, ഈ ഒരു ഏരിയ നിങ്ങൾ ഓർത്തു വെച്ചോളണം. ഇതാണ് റിട്രേസ്മെൻറ്റ്. മാർക്കറ്റ് മേളിലോട്ട് പോയി എന്നിട്ട് റിട്രേസ് ചെയ്തു, എന്നിട്ടേ മേളിൽ പോകത്തുള്ളൂ. എന്ന് പറയുമ്പോൾ ഈ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തത് ഒരു ഹയ്യർ ലോ ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ മാർക്കറ്റ് അടുത്ത ഹൈ ഉണ്ടാക്കിയത്. മനസ്സിലായോ? ഈ ഹൈയെ ബ്രേക്ക് ചെയ്ത് അടുത്ത ഹൈ ഉണ്ടാക്കി. സോ ഈ ഒരു റിട്രേസ്മെൻറ്റ് ഏരിയയിൽ കണ്ടുപിടിക്കാനാണ് നമ്മൾ ഫിബോയെ യൂസ് ചെയ്യുന്നത്. ഇതേപോലെ സെയിം ഇതേപോലെ തന്നെയാണ് നമ്മൾ ഡൗൺ ട്രെൻഡ്. ഡൗൺ ട്രെൻഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. മാർക്കറ്റ് താഴോട്ട് വീഴുന്നതിനെയാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ മാർക്കറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പോയിന്റിൽ നിന്ന് താഴെ വന്നു, റിട്രേസ് ചെയ്തു, പിന്നെയും താഴെ വന്നു, റിട്രേസ് ചെയ്തു, പിന്നെയും താഴെ വന്നു, റിട്രേസ് ചെയ്തു. മനസ്സിലായോ? ഇവിടെ മാർക്കറ്റ് ഒരു ലോവർ ഹൈ ഉണ്ടാക്കി മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, മാർക്കറ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്തു, താഴെ വന്നു, പിന്നെ തിരിച്ചു പോയി. അപ്പോൾ തിരിച്ചു പോകുന്ന ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇതാണ് റിട്രേസ്മെൻറ്റ്. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഫിബോയെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ്, ഹയ്യർ ലോ ഉണ്ടാക്കി മാർക്കറ്റ് താഴോട്ട് പോകുന്നതിനെയാണ് നമ്മൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയുന്നത്. അടുത്ത ട്രെൻഡ് എന്ന് പറയുന്നത് സൈഡ് വൈസ് മാർക്കറ്റാണ്. മാർക്കറ്റിന് ഒരു ട്രെൻഡും ഇല്ല. മാർക്കറ്റ് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാതെ മാർക്കറ്റ് മേളിലേക്ക് പോകുന്നു, താഴോട്ട് വരുന്നു, മേളിലേക്ക് പോകുന്നു, താഴോട്ട് വരുന്നു. ഇതാണ് അടുത്ത ഒരു ട്രെൻഡ്. സോ ഈ 3 കാര്യങ്ങളും എല്ലാവർക്കും വളരെ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. സോ ഇനിയാണ് നമ്മൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഫിബോയെ പ്ലോട്ട് ചെയ്യുന്നത് എന്ന് ആണ് ഇനി നമ്മൾ എടുക്കേണ്ടത്. ഈ റിട്രേസ്മെൻ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ മാർക്കറ്റിൽ ഈ റിട്രേസ്മെൻറ്റിനെ കണ്ടുപിടിച്ച് ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ എന്തിനാണ് റിട്രേസ്മെൻറ്റിനെ കണ്ടുപിടിച്ച് ട്രേഡ് എടുക്കുന്നത്? ഓക്കെ, മാർക്കറ്റ് ഇങ്ങനെ പോയി, ഇവിടെ വന്ന് റിട്രേസ് എടുത്തു. അപ്പോൾ നിങ്ങളൊരു കാര്യം നോക്കിക്കോളാം. നിങ്ങൾ ഇവിടെയാണ് മാർക്കറ്റിൽ എൻട്രി എടുത്തതെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ഇവിടെ വന്നപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് കിട്ടി. നിങ്ങൾ അവിടെ അപ്പോൾ നിങ്ങൾ ആദ്യം വിചാരിച്ചു ഓക്കെ ശരി ഇനിയും മാർക്കറ്റ് മേളിലേക്ക് പോവുകയാണ്. നിങ്ങൾ ന്യൂസ് കണ്ടു, ഓക്കെ ന്യൂസ് കണ്ടു, പേപ്പറിൽ റീഡിങ്സ് കണ്ടു, എന്ത് കണ്ടപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി മാർക്കറ്റിൽ വലിയൊരു അപ്സൈഡ് മൊമെൻറ്റം നടക്കാൻ പോകും. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഓക്കെ ഞാനൊരു 1000 ക്വാണ്ടിറ്റിയും കൂടെ, അല്ലെങ്കിൽ നമുക്ക് വേറെ സിമ്പിൾ കണക്കിൽ പറയാം, ഇവിടെ നിങ്ങളൊരു 50 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു മാർക്കറ്റിൽ. ഒരു 10 ഷെയർ മേടിക്കാൻ വേണ്ടി നിങ്ങൾ 50 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളുടെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 50 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് 100 രൂപയായി എന്ന് പറയുമ്പോൾ 50 രൂപ പ്രോഫിറ്റും കൂടെ കൂട്ടി 100 രൂപയായി. അപ്പോൾ പിന്നെയും നിങ്ങൾ ന്യൂസ് കാണുവാണ് മാർക്കറ്റ് ഇനിയും മേളിലേക്കാണ് പോകുന്നത്, കുറേ
എക്സ് ഓർ വൈ റീസൺസ് കൊണ്ട് മാർക്കറ്റ് ഇനിയും മേളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, ഈ 100 രൂപയുടെ കൂടെ നിങ്ങൾ പിന്നെയും ഒരു 50 രൂപയും കൂടെ പ്ലസ് ചെയ്തു. മനസ്സിലായോ? ഈ ഒരു 50 രൂപയും കൂടെ പ്ലസ് ചെയ്ത് നിങ്ങൾ ഇവിടെ ഒരു 50 രൂപയും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ മാർക്കറ്റ് അടുത്ത മേളിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് 200 രൂപ കിട്ടുമല്ലോ. പക്ഷേ ഇവിടെ കിട്ടിയ 100 രൂപ നിങ്ങൾ ഇവിടം വരെ തിരിച്ച് മാർക്കറ്റ് എത്തുമ്പം നിങ്ങളുടെ പ്രോഫിറ്റ് ഉണ്ടായിരുന്ന 100 രൂപ തിരിച്ച് നിങ്ങളുടെ ഒരു 70 രൂപ ആയെന്നിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അയ്യോടാ നേരത്തെ ഞാൻ 50 രൂപ ഉണ്ടായിരുന്നപ്പോൾ 50 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് 100 രൂപയായപ്പോൾ ഞാൻ എക്സിറ്റ് ചെയ്തില്ല, മാർക്കറ്റ് ഇപ്പോൾ എൻ്റെ 20 രൂപ കുറച്ചിട്ട് 70 രൂപയാക്കി എന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് വിചാരിക്കും, ഇനിയിപ്പം ഇത് വച്ചുകൊണ്ടിരിക്കേണ്ട, എക്സിറ്റ് ചെയ്യാം. പക്ഷേ ഇത് കേവലം മാർക്കറ്റിൽ നടന്നൊരു റിട്രേസ്മെൻ്റ് ആണ്. ഇവിടെ നിങ്ങൾ ആഡ് ചെയ്യാൻ ഉപയോഗിച്ച അടുത്ത 50 രൂപ ഇവിടെ അല്ലായിരുന്നു ആഡ് ചെയ്യപ്പെടേണ്ടത്. ഈ റിട്രേസ്മെൻറ്റ്, മാർക്കറ്റിൽ റിട്രേസ്മെൻറ്റ് സംഭവിച്ച ഈ ഏരിയയിലായിരുന്നു നിങ്ങൾ ആഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഇവിടെ ആഡ് ചെയ്തിരുന്നെങ്കിൽ ഇവിടുത്തെ 50 രൂപയും കൂടെ കൂട്ടി ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു പോർഷനിൽ എത്തിയപ്പോഴത്തേക്ക് നിങ്ങളുടെ 50 രൂപയും കൂടെ കൂട്ടി ഇവിടെ 150 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയ എഗെയിൻ ആ ഏരിയയിൽ വരുമ്പോൾ അവിടെ നിന്ന് പിന്നെ മാർക്കറ്റ് മേളിലേക്ക് പോകുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ സിമ്പിൾ ലോജിക്കാണ്, സിമ്പിളായിട്ടുള്ള കാര്യമാണ്. മാർക്കറ്റ് അപ് ട്രെൻഡിലാണോ, നമ്മൾക്ക് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഓടുന്ന ട്രെയിനിൽ അല്ല. മനസ്സിലായോ? ഒരു എക്സാമ്പിൾ, വളരെ സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടുന്ന ട്രെയിനിലല്ല നമുക്ക് ചാടി കയറേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ്. ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ചാടി കയറിയാൽ ഈ ട്രെയിൻ എപ്പോഴെങ്കിലും നമ്മളെ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട്. സോ എപ്പോഴാണ് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ എപ്പോൾ സ്ലോ ആവുന്നുവോ അല്ല എപ്പോൾ സ്റ്റോപ്പ് എടുക്കുന്നുവോ അവിടെയാണ് നമുക്ക് ആ ട്രെയിനിൽ കയറേണ്ടത്. എന്നിട്ടാണ് ആ ട്രെയിനിൻ്റെ കൂടെയുള്ള ബാക്കിയുള്ള ജേർണിയിൽ നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഒരു റിട്രേസ്മെൻറ്റ് പോയിന്റിലാണ് നമ്മൾ നമ്മളുടെ ട്രേഡിൽ എൻ്റർ ചെയ്യേണ്ടത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതേപോലെ സെയിമാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡൗൺ ട്രെൻഡിൽ. മാർക്കറ്റ് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു, റിട്രേസ് എടുക്കുന്നു, വീണ്ടും ഫോളോ ചെയ്യുന്നു, റിട്രേസ് എടുക്കുന്നു, ഫോളോ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യേണ്ട പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഈ ഫോളിങ് മാർക്കറ്റിൽ കയറി, ഇപ്പോൾ ഒരു കത്തി, ഒരു എക്സാമ്പിൾ എപ്പോഴും പറയുന്നത്, ഒരു കത്തി താഴോട്ട് വീഴുന്നു, അതിനെ നമ്മൾ ഇവിടെ കയറി പിടിച്ചാൽ നമ്മുടെ കൈ എത്രത്തോളം പൊള്ളും? പൊള്ളും മീൻസ് എന്താ പറയുക, മുറിയുക. അപ്പോൾ അങ്ങനെ ഒരു ഫോളിങ് നൈഫിനെ കയറി പിടിക്കുന്നതിന് വളരെ തുല്യമാണ് ഫോളിങ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ ഓടുന്ന ട്രെയിനിൻ്റെ പുറകെ പോകുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒന്ന് ലൈറ്റ് ആവാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു റിട്രേസ് എടുത്ത് ഇവിടെ ഒരു സ്റ്റേ ബാക്ക് എടുക്കാൻ വേണ്ടി, എന്നിട്ട് മാത്രം ഒരു ഫോളിൽ എൻ്റർ ചെയ്യുക. അതേപോലെ ഇതിൻ്റെ അകത്തും ഇതേ സെയിം പ്രോസസ്സ് നേരത്തെ പറഞ്ഞു തന്നത് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഈ ഒരു റിട്രേസ്മെൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഫിബൊനാച്ചി യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആ ഫിബൊനാച്ചി വെച്ചിട്ടാണ് നമ്മളുടെ ട്രെയിൽ എടുക്കുന്നത്. ഈ റിട്രേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഒരു പോർഷനിൽ നമുക്ക് എൻട്രി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണെന്ന്, ഇപ്പോൾ ഒരു ട്രെൻഡ് എപ്പോഴാണ് ഡൗൺ ട്രെൻഡ് ആണെന്നോ എപ്പോഴാണ് ഹയർ ട്രെൻഡ് മീൻസ് അപ് ട്രെൻഡ് ആണെന്നോ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് അപ്പ് സൈഡ് പോയി ഡൗൺ വന്നു, പിന്നെയും മേളിൽ പോയി, അപ്പം ലോ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഇത്രയും പോർഷന് ശേഷമാണ് നമ്മളൊരു മാർക്കറ്റിൽ, അത് ഞാൻ ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ കൂടുതൽ മനസ്സിലാവും. ഹയർ ട്രെൻഡ് ആണെന്ന് മനസ്സിലാക്കുന്നത് സെയിം ആണ് മറ്റേ ലോവർ ട്രെൻഡിലും. പിന്നെ സൈഡ് വേസ് മാർക്കറ്റിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, കാരണം ഇതൊന്നും അവിടെ ഒന്നും അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല. കാരണം സൈഡ് വേസ് മാർക്കറ്റിൽ നിന്ന് എപ്പോഴും നമ്മൾ എങ്ങനെയെങ്കിലും നമ്മളുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. സോ ഇതാണിത്. ഇനി വേണമെങ്കിൽ നമുക്ക് ട്രെൻഡിനെ ഒന്ന് ട്രെൻഡിനെ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇതൊരു ഏതായിരിക്കും ഇച്ചിരി കൂടെ 15 മിനിറ്റ്സിലാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവും. നോക്കട്ടെ. ഓക്കെ, കണ്ടോ? ഇപ്പം മാർക്കറ്റ് അപ് ട്രെൻഡിലാണ് ഇപ്പോഴുള്ളതെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ലോ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. കണ്ടോ? മാർക്കറ്റ് ഹയർ ലോ, ഹയർ ഹൈ ഉണ്ടാക്കി മാർക്കറ്റ് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ അപ് ട്രെൻഡും
ലോ ട്രെൻഡ്, ലോവർ ട്രെൻഡ്. നിങ്ങൾ ചാർട്ട് എടുത്തിട്ട് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി ട്രെൻഡ് മനസ്സിലാവാൻ വേണ്ടി. സോ ഓക്കെ, ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ ഫിബോയെ നമ്മൾ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, ഫിബോയെ പ്ലോട്ട് ചെയ്യേണ്ടത് ഒരു സ്വിങ് ലോ തൊട്ട് നമുക്ക് ഇവിടെ ഫിബോയെ എടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് വെയിറ്റ് ചെയ്യും. ഓക്കെ, മാർക്കറ്റ് പോകുമ്പോൾ ഒരു സ്വിങ് ലോ അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഫിബോയുടെ ഡൗൺ പോയിന്റിനെ വന്നിട്ട് നമ്മളുടെ സ്വിങ് ലോയിൽ ഇവിടെ ബ്രഷ് ഫിബോയുടെ ഏറ്റവും താഴത്തെ പോർഷനെ വന്നിട്ട് സ്വിങ് ലോയിലും ഫിബോയുടെ ഹയർ പോയിന്റിനെ വന്ന് മറ്റേ സ്വിങ് ഹൈയിലും വിട്ടേക്കുക. അപ്പോൾ പിന്നെ നമ്മളുടെ ഫിബോയെ പ്ലോട്ട് ചെയ്യുക. എന്നിട്ടാണ് നമ്മൾ റിട്രേസ്മെൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കാണിച്ചു തരാം. അതൊരു വേണമെങ്കിൽ ഒരു 5 മിനിറ്റ്സിൻ്റെ ക്യാൻഡിലിൽ പ്ലോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും റാൻഡംലി ഇവിടെയാണല്ലോ റിട്രേസ്മെൻറ്റ് സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു ഏരിയയിൽ ഫിബോയെ പ്ലോട്ട് ചെയ്ത് നോക്കാം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന്. ഓക്കെ, നമ്മളത് ഇതൊരു സ്വിങ് ലോ ആണ്. സ്വിങ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ വന്നു ഒരു ഡിപ്പ് എടുത്തു. അപ്പോൾ അതാണ് സ്വിങ് ലോ. ഈ ഒരു സ്വിങ് ലോയിൽ നിന്ന് നമ്മൾ ഫിബോയെ പ്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, തിരിഞ്ഞു പോയി, സോറി. അതെ, ഞാൻ ഈ കീബോർഡിൽ ചെയ്യുന്നതുകൊണ്ടാണ്, മൗസിൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈ വരെ മേളിലേക്ക് ഈ ഒരു അതും കൂടെ കാണിച്ചു തരാം. ഈ ഒരു പോർഷനെ നിങ്ങൾ മറന്നേക്കുക. ഈ പോർഷൻ ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുക. സോ അതിന് മുന്നെയാണ് നമ്മൾ മാർക്കറ്റിൽ അനലൈസ് ചെയ്യുന്നത്. നിങ്ങൾ ഈ അനലൈസ് ചെയ്ത് ആൾക്കാരൊക്കെ മാർക്കറ്റിനെ പറ്റി വീഡിയോസ് ഇടുന്നത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരെല്ലാം ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ ഫിബോയെ പ്ലോട്ട് ചെയ്താൽ സ്വിങ് ലോയിൽ ഫിബോയെ പ്ലോട്ട് ചെയ്യുന്നു. ഈ മേളിലുണ്ടായേക്കണതിന് ജസ്റ്റ് മറന്നേക്കുക. ഇപ്പം അതുണ്ടായിട്ടില്ല, ആ ഒരു സമയത്ത് മാർക്കറ്റ് ഫോം ചെയ്യില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, സ്വിങ് ലോയിൽ നമ്മൾ ഫിബോയെ കൊണ്ട് വയ്ക്കുന്നു, സ്വിങ് ഹൈയിൽ കൊണ്ട് വിടുന്നു. ഇത് കണ്ടോ, ഇതാണ് 0.236 ലെവൽ. മാർക്കറ്റ് ഇവിടെ വരുന്നു, 0.236നെ ബ്രേക്ക് ചെയ്യുന്നു, 0.38നെ ബ്രേക്ക് ചെയ്യുന്നു. മാർക്കറ്റ് അവിടെ നിന്ന് മേളിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, അവിടെ ഒരു സപ്പോർട്ട് എടുക്കുന്നു. ഈ ഒരു സപ്പോർട്ട് എടുത്തതിന് ശേഷമാണ് പിന്നെ മാർക്കറ്റ് കണ്ടോ. അപ്പോൾ നമുക്ക് എൻ്റർ ചെയ്യാവുന്ന ലെവൽസാണ് 0.236, 0.38. ഇനി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് പറയപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിബോ ആണെന്നിരിക്കട്ടെ, സെക്കൻഡ്. ഇത് ഫിബോ ആണെങ്കിൽ ഈ ഒരു ഏരിയ വന്നിട്ട് 0.236 ഈ ഒരു ഏരിയയെ വന്ന് ഇപ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് റിട്രേസ്മെൻ്റ് എടുത്ത് തിരിച്ചു പോകുന്നതിന് ഹൈലി ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയപ്പെടുന്നു. ഓക്കെ, ഇനി 0.38ലാണെങ്കിലും ഹൈയിഷ് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് അറിയപ്പെടുന്നു. ഈ ഒരു ഏരിയ ഈ മറ്റേ 50%നും 0.68%നും ഇടയ്ക്ക് ഉള്ള ഏരിയയെ, കാരണം ഇവിടെ നിന്ന് റിട്രേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഹൈലി ബുള്ളിഷ് എന്ന് പറയും. അപ്പോൾ നമ്മളൊരു ലോങ് ടേമിലേക്കല്ല, ഒരു അത്യാവശ്യം ഞാൻ ഇക്വിറ്റിയുടെ കേസാണ് കേട്ടോ പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിന് ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം കുറച്ചാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ വന്ന് ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്ട്രക്ചർ ഫോം ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇവിടെ വന്ന് ഒരു ബുള്ളിഷ് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എൻട്രി എടുക്കുന്നു. നെക്സ്റ്റ് റെസിസ്റ്റൻസിൽ നമ്മൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആവുന്നു. ഓക്കെ, അതുപോലെ തന്നെയാണ് അടുത്ത ലെവലും 0.38. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ പറയാം. മാർക്കറ്റ് ഇവിടെ വരുന്നു, തിരിച്ച് ഇവിടെ വന്നതിന് ശേഷം 0.26 ലെവലിൽ വന്ന് മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നു. ഇപ്പോൾ ക്യാൻഡിലിൻ്റെ സ്ട്രക്ചറുകൾ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ്, ബുള്ളി സ്ട്രക്ചർ, ബെയറിഷ് സ്ട്രക്ചർ, ബെയറിഷ് ക്യാൻഡിൽ ഫോർമേഷൻ, ഇതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി അറിയില്ലെങ്കിൽ ഈ ഫിബോ ചെയ്ത പോലെ തന്നെ നമുക്കൊരു നല്ലൊരു വീഡിയോ ക്യാൻഡിലിനെ പറ്റിയും ക്യാൻഡിലിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയും, ബുള്ളിഷ് ക്യാൻഡിൽ എന്താണ്, എൻഗൾഫിംഗ് ക്യാൻഡിൽ എന്താണ്, മറ്റേ എന്തായാലും പറയുക,
എൻഗൾഫിംഗ് ക്യാൻഡിൽ, ഇൻസൈഡ് ക്യാൻഡിൽ, മോർണിംഗ് സ്റ്റാർ ക്യാൻഡിൽ, അങ്ങനെ ഒരുപാട് ക്യാൻഡിൽസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഏതെങ്കിലും ഒരു ക്യാൻഡിൽ സ്ട്രക്ചർ ഇവിടെ ഫോം ആയെങ്കിൽ അതിൻ്റെ ആ ക്യാൻഡിൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് നമ്മളിവിടെ ട്രേഡ് എടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കൺഫർമേഷനായി? ഒന്ന്, ഫിബോയുടെ റിട്രേസ്മെൻറ്റ് കിട്ടി. രണ്ട്, ക്യാൻഡിലിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്തു. അവിടെ നിന്നാണ് നമ്മൾ അടുത്ത ട്രേഡിൽ എൻ്റർ ചെയ്യേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ വന്ന് റിട്രേസ്മെൻറ്റ് എടുത്തു. ഇവിടെ ഒരു ക്യാൻഡിൽ സ്ട്രക്ചർ ഫോമായി. ക്യാൻഡിൽ സ്ട്രക്ചർ ഈ ഒരു ഏരിയ വന്നിട്ട് ക്യാൻഡിൽ സ്ട്രക്ചർ ഫോം ആയിട്ട് മേലിലോട്ട് പോവുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു എൻട്രി എടുത്തു. ഇതിൻ്റെ താഴത്തോ അല്ലെങ്കിൽ ഇതിൻ്റെ ജസ്റ്റ് താഴത്ത് വല്ലതും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി ആവുക. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ എത്രയാണോ ആ ഒരു റെസിസ്റ്റൻസിൽ നിന്ന് ഇവിടെ ട്രേഡ് എടുത്താൽ നമ്മളെ എക്സിറ്റ് ചെയ്തിരിക്കണം. കാരണം ഇതൊരു ഹൈലി ബുള്ളിഷ് ആയിരിക്കും. ഈ 0.26 0.38 വന്നിട്ട് മാർക്കറ്റ് റിട്രേസ്മെൻറ്റ് എടുത്ത് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു ഹൈലി ബുള്ളിഷ് മാർക്കറ്റ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, നമ്മൾ സാധാരണ പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഈ ഒരു ഏരിയയോ ഹൈലി ബുള്ളിഷ് ആയിരിക്കാം, ഈ ഒരു ഏരിയയിലോ 0.38 ഇവിടെ എവിടെ വന്നാലും മാർക്കറ്റ് 0.50 0.60 വരാതെ മാർക്കറ്റ് പോവില്ല. നിങ്ങൾ വേണമെങ്കിൽ ഇന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൻ്റെ സ്വിംഗ് ലോയെയും സ്വിംഗ് ഹൈയെയും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ. 0.5 അതിനെ ഞാൻ ബാങ്ക് നിഫ്റ്റി കാണിച്ചു തരാം. അത് ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോഴും കറക്റ്റായിട്ട് ഞാനത് കണ്ടു. അപ്പം ജസ്റ്റ് ഞാൻ അതൊന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് മാർക്കറ്റ് റിയാക്ട് ചെയ്തേക്കണം കൂടെ നിങ്ങൾ നോക്കണം. എവിടെയൊക്കെ വന്നാലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ബുള്ളിഷ് മൊമെൻറ്റമാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ, ഇപ്പം ഒരു ക്യാപിറ്റൽ ഉണ്ട്, അതോ ഇനി ചെറിയ രീതിയിൽ പറയണോ? ഓക്കെ, നമ്മളുടെ കൂടെ ഉള്ളവരെല്ലാവരും ബിഗിനിങ് സ്റ്റേജിൽ നിൽക്കുന്നതാണല്ലോ. നമ്മളുടെ കയ്യിൽ ഒരു 10,000 റുപ്പീസ് ക്യാപിറ്റൽ ഉണ്ടെന്നിരിക്കട്ടെ. വെറും 10,000 രൂപ നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെന്നിരിക്കട്ടെ. ആ 10,000 രൂപയ്ക്കകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുവാണ്. എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ നോക്കുന്നത് HDFC ബാങ്കാണ് എന്നിരിക്കട്ടെ. ഈ HDFC ബാങ്കിലാണ് നിങ്ങളുടെ HDFC ഈ HDFC ബാങ്കിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ആ ഒരു മാർക്കറ്റിൽ എൻ്റർ ചെയ്യേണ്ടത് എന്ന് കാണുക. ഓക്കെ, ഇപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ ഇൻവെസ്റ്റർ കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു 10 lakh ചെറിയ രീതിയിൽ പറയാം, ഒരു 10,000 റുപ്പീസ് നമ്മളുടെ കയ്യിൽ പൈസയുണ്ട്. അപ്പം നമ്മൾ മാർക്കറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇവിടുന്ന് ബുള്ളിഷായിട്ടാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഇവിടെ ഇവിടെ എൻ്റർ ചെയ്യില്ല, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റിലും നമ്മൾ എൻ്റർ ചെയ്യില്ല. മാർക്കറ്റ് ബുള്ളിഷ് ആണോ എന്ന് കൺഫേം ചെയ്യുന്നു. തിരിച്ച് മാർക്കറ്റ് വന്നപ്പോഴാണ് നമ്മൾ ട്രേഡ് എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10,000 വച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് പേഷ്യൻസ്, ഇവിടെയാണ് പേഷ്യൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഈ ഒരു ഏരിയയിലെങ്ങും നിങ്ങൾ മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും 52,000 52,600. ഓക്കെ, ഏകദേശം 52,600 മാർക്കറ്റ് എൻ്റർ ആവുന്നു. മാർക്കറ്റ് മേളിലേക്ക് പോകുന്ന കാണുന്നു 52,200 ആയി. നിങ്ങൾ ഇവിടെ എങ്ങും എൻ്റർ ചെയ്യരുത്. കാരണം ഇവിടെ എങ്ങാനും വെച്ച് മാർക്കറ്റ് താഴോട്ട് വരുമെന്ന് നമുക്കറിയില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എൻട്രി എടുക്കേണ്ടത് എപ്പോഴും ഇത് റിട്രേസ് ചെയ്ത് താഴോട്ട് വന്ന് ഈ ഒരു ലെവൽസിൽ ഏതെങ്കിലും എത്തിയാൽ മാത്രമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇത്രയും പൊക്കോട്ടെ, എവിടെ വേണമെങ്കിലും പൊക്കോട്ടെ. ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മാർക്കറ്റ് മേലിലേക്ക് പൊക്കോട്ടെ, എവിടെ വേണമെങ്കിൽ. നമ്മൾ ഈ ഓടുന്ന ട്രെയിനിൽ ഓടി കയറണ്ട. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ പേഷ്യൻസോടെ നമ്മളുടെ മണിയെ പ്രൊട്ടക്റ്റ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ യാതൊരു രീതിയിലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അത് നിങ്ങൾ പൈസ ഇരട്ടിക്കുന്നില്ല എന്നല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല, അത് സേഫായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. മാർക്കറ്റ് ഈ ഒരു ഏരിയ എവിടെയെങ്കിലും വന്നു 50%, 0.6%, ഈ ഒരു ഏരിയയിൽ വന്ന് മാർക്കറ്റ് റിട്രേസ് ചെയ്ത് മേലിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ മാത്രം നിങ്ങൾ സ്റ്റോക്സിലോ നിഫ്റ്റിയിലോ ബാങ്ക് നിഫ്റ്റിയിലോ ഒരു ലോങ് ടൈം എന്ന രീതിയിൽ HDFC, ICICI ബാങ്ക് ഏതിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഹൈലി റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് ഞാൻ അതും കൂടെ ഒന്ന് ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഇനിയിപ്പം ഇത് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ടൈം ഫ്രെയിമാണ്. ഞാൻ ഇതിൽ ജസ്റ്റ് ഒന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം.
ഓക്കെ, ഇതാ ഇത് ഏറ്റവും ബാക്കിലേക്കുള്ള അവിടെ നിൽക്കട്ടെ. ഇതാണ് ഏറ്റവും ഈ റീസെൻ്റ്ലി ഉള്ള സ്വിങ് ലോയും സ്വിങ് ഹൈയും. ഇതാ സ്വിങ് ലോ, ഇത് എല്ലാവർക്കും ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. വേണമെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ലോ, ഹൈ, ഹയ്യർ ലോ, ഹയ്യർ ഹൈ, ഹയ്യർ ലോ, ഹയ്യർ ഹൈ. കണ്ടോ, നമുക്ക് ട്രെൻഡ് കൺഫേം ആയിരിക്കുന്നു അപ് ട്രെൻഡ് ആണെന്ന് നേരത്തെ പറഞ്ഞത്. പ്രീവിയസ് ലോയെ ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് റിട്രേസ് ചെയ്ത് മേളിലേക്ക് പോകുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് അപ് ട്രെൻഡ് ആണെന്ന്. ഇതിനെ ഞാൻ പറഞ്ഞത് വെറുതെ നിങ്ങളിങ്ങനെ ഉള്ളി വെച്ചുകൊണ്ടൊന്നും ഇരിക്കാതെ, ഇതിൻ്റെ അകത്ത് നമ്മളീ പറയുന്ന പോലെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. നമ്മൾ ചാർട്ടിൽ എപ്പോഴും റിലേ ചെയ്യണം. ഞാൻ പറയുന്നതിനെ നിങ്ങൾ വിശ്വസിക്കേണ്ട, പക്ഷേ ഇതിൽ നിന്ന് നമുക്കൊരു ATM മെഷീനിൽ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ എന്താ പറയുക, ATM മെഷീനിൽ നിന്ന് മണിയെ നമ്മൾ വെളിയിലെടുക്കുന്ന പോലെ നമുക്ക് ഇതിൽ നിന്ന് നമ്മുടെ പൈസ വെളിയിലെടുക്കാൻ സാധിക്കും നമുക്ക്. അല്ലെങ്കിൽ ഒരു നോട്ട് പ്രിൻറ്റിങ് മെഷീൻ പോലെ നമുക്ക് നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ ഉപയോഗിക്കാൻ പറ്റും. ഡെയിലി ഇൻകം ആയിട്ടും മന്ത്ലി ഇൻകം ആയിട്ടും നമുക്ക് ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഇതിൽ നിന്ന്, നിങ്ങൾ വിചാരിക്കാത്ത പൈസ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ അങ്ങനെ ഉണ്ടാക്കി എന്നല്ല പറയണത്, പക്ഷേ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ചിരിക്കണം. വളരെ തറലി നോളജ് വേണം. നമ്മൾ എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിൽ എങ്ങനെ ഫോം ചെയ്തു, ഈ ക്യാൻഡിലിൻ്റെ ഹൈ ഗോ, അങ്ങനെ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ അത്ര ഒന്നും പഠിക്കണ്ട. നിങ്ങൾ 24 മണിക്കൂറുണ്ടെങ്കിൽ നിങ്ങൾ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ഇതിനു വേണ്ടി സമയം കണ്ടെത്തി പഠിച്ചാൽ എൻ്റെ ഒരു വളരെ ഒരു ഉറപ്പുള്ള കാര്യമാണ്, നമുക്കിതിൽ നിന്ന് നിങ്ങൾ വിചാരിക്കാത്ത ഒരു എമൗണ്ട് നമുക്കിതിൽ നിന്ന്, അതിന് വേണ്ടി നിങ്ങൾ ടിപ്സ് എടുക്കുകയോ ട്രേഡിങ്ങിൽ പൈസ കളയുകയോ, പക്ഷേ വളരെ ആത്മാർത്ഥമായിട്ടും റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യുക, പൊസിഷൻ സൈസിങ് ചെയ്യുക. ഇതിനെയൊക്കെ കണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് മണി നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഏതായാലും ജസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതാണിപ്പം ഏറ്റവും നമുക്ക് ഈ ഒരു ലോ പോയിൻ്റ് വെച്ചെടുക്കുക. ഇതാണ് സ്വിങ് ലോ. ഓക്കെ, നമ്മളിതേ മാർക്കറ്റിൽ സ്വിങ് ലോയിൽ നിന്ന് സ്വിങ് ഹൈയിലേക്ക് ഫിബോയെ കൊണ്ട് പ്ലോട്ട് ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അതിനെ നമ്മൾ ചാർട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യുവാണേ. ഇത് കണ്ടോ, എക്സാക്ട്ലി നമ്മൾ പറഞ്ഞ ലെവലിൽ വന്ന മാർക്കറ്റ് റിട്രേസ്മെൻറ്റ് എടുക്കുന്ന കണ്ടോ, ഈ റിട്രേസ്മെൻറ്റ്. അപ്പം നമുക്ക് ഈ ഇങ്ങനെയുള്ള, ഇപ്പോൾ ഇത് നമ്മൾ നിഫ്റ്റി ബാങ്കാണ്, ബാങ്ക് നിഫ്റ്റിയുടെ സ്പോട്ടിൻ്റെ ചാർട്ടാണ്. നമ്മൾ HDFC ബാങ്കിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ എന്നിരിക്കട്ടെ. നമ്മൾ ഈ ഒരു ബുള്ളിഷ് മൊമെൻറ്റം കണ്ടു, പറഞ്ഞു ഈ ഒരു ബുള്ളിഷ് മൊമെൻറ്റത്തിൽ കയറി മാർക്കറ്റിൽ എൻ്റർ ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക. നമ്മൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നതിനെ നിങ്ങളൊന്ന് നോക്കണേ. ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ. കണ്ടോ, ഇപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇതൊരു അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടി. ഞാൻ നേരത്തെ പറഞ്ഞതിനെ ഒന്നും കൂടെ റിവൈൻഡ് ചെയ്ത് ആലോചിക്കണം. അപ്പർ ട്രെൻഡ് ആണെന്ന് നമുക്ക് കൺഫർമേഷൻ കിട്ടി. സോ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. എന്തിനു വേണ്ടി? റിട്രേസ്മെൻറ്റിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. നമുക്ക് ഫിബോയെ പ്ലോട്ട് ചെയ്ത് നമ്മളിവിടെ എത്രയിലാണ് റിട്രേസ്മെൻറ്റ് വരേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി നോട്ട് ചെയ്ത് വച്ചിട്ടുണ്ടാവും. ഞാൻ പറയണത് ഈ ഒരു പോർഷനിൽ മാർക്കറ്റ് എത്തിയ സമയത്താണെന്നിരിക്കട്ടെ. ഇനി ഇവിടെ നിന്നും മേളിലോട്ട് പോകുമെന്ന് നമുക്കറിയില്ല. നമ്മൾ എവിടെ വന്നപ്പോഴും നമ്മളിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് 0.6 വന്ന് റിട്രേസ്മെൻറ്റ് എടുക്കാൻ. നമ്മൾ അങ്ങനെ നോക്കിയിരുന്ന് പേഷ്യൻസ്ലി വെയിറ്റ് ചെയ്ത് ഇരുന്നിട്ട് നമുക്കിതാ ഇവിടെ വന്നപ്പോൾ മാർക്കറ്റിൽ ഒരു ഡിപ്പ് കിട്ടി. ഈ ഒരു ഡിപ്പ് കിട്ടിയപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ ട്രേഡ് എടുക്കാം. കാരണം 0.68 ഫിബോ റിട്രേസ്മെൻറ്റിൻ്റെ അകത്തുനിന്ന് ഇവിടുന്ന് മാർക്കറ്റിന് മേലിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ്. ഒരിക്കലും പറയുന്നില്ല മുകളിലോട്ട് പോകും എന്ന്. മുകളിലോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. മേളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. ഇവിടെ ഏതെങ്കിലും രീതിയിലുള്ള ബുള്ളിഷ് ക്യാൻഡിൽ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നു. ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ട്രേഡ് എടുക്കാനിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഏരിയ വന്നു, ഇവിടുന്ന് റിട്രേസ്മെൻറ്റ് എടുത്തു മേളിലോട്ട് പോകാൻ തുടങ്ങിയപ്പം നമ്മൾ നേരെ ഇതേ ദിവസമാണത് താഴത്ത് നോക്കിയാൽ കാണാൻ പറ്റും. 25th തേഴ്സ്ഡേ ജനുവരിയിൽ ഉണ്ടായതാണ് ഈ റിട്രേസ്മെൻറ്റ്. നമ്മൾ എന്ത് ചെയ്തു? നേരെ ഈ ദിവസത്തെ HDFC ബാങ്കിൻ്റെ
ഞാൻ HDFC ബാങ്ക് എന്ന് പറയുന്നത് നമ്മൾ അതിനെ എക്സാമ്പിളാക്കി വെച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ HDFC ബാങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, ICICI ആയിക്കോട്ടെ, കൊട്ടക് മഹീന്ദ്ര ആയിക്കോട്ടെ, ഏത് ബാങ്കിങ് സ്റ്റോക്കിൽ നിങ്ങൾ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നിരിക്കട്ടെ. ഇത് ഞാൻ ബാങ്ക് നിഫ്റ്റി പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് പറയുന്നത്. ഇനി അതേപോലെ നിങ്ങൾ നിഫ്റ്റിയാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സ്റ്റോക്ക്, ITC ആയിക്കോട്ടെ, HCL ആയിക്കോട്ടെ, ഹിന്ദുസ്ഥാൻ ലിവർ ആയിക്കോട്ടെ, കൊട്ടക് മഹീന്ദ്ര നമ്മളുടെ ടാറ്റ പവർ, ടാറ്റ സ്റ്റീൽ, ഏത് സ്റ്റോക്സിലും അങ്ങനെ റിട്രേസ്മെൻറ്റ് നിഫ്റ്റിയിൽ നോക്കുക. ആ റിട്രേസ്മെൻറ്റ് വന്നോ നോക്കുക. ആ റിട്രേസ്മെൻറ്റ് വന്നിട്ട് അതേ ദിവസം അല്ലെങ്കിൽ അതേ പർട്ടിക്കുലർ ഡേയിൽ അവിടെ ഏത് സ്റ്റോക്കിനെയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയി നോക്കിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇവിടെ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ഹാമർ ക്യാൻഡിൽ ഫോം ചെയ്തു. ഈ ഹാമർ ക്യാൻഡിലിൻ്റെ ഇതിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ HDFC ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ HDFC ബാങ്കിൻ്റെ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ചാർട്ട് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പം അത് കഴിഞ്ഞ് നമുക്ക് അവിടെ കിട്ടിയില്ല, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ നോക്കിയില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ പറ്റിയില്ല. അടുത്തത് ഇതാണല്ലോ നെക്സ്റ്റ് സ്വിംഗ് ലോയിൽ നിന്ന് എടുത്ത് അടുത്ത സ്വിംഗ് ഹൈയിൽ കൊണ്ട് നമ്മൾ വെച്ചു. മനസ്സിലായോ? അടുത്ത സ്വിംഗ് ഹൈയിൽ കൊണ്ട് നമ്മൾ മാർക്കറ്റ് വെച്ചു. ഇതിനെ വളരെ വ്യക്തമായി നോക്കുക. ഇവിടെ നിന്ന് മാർക്കറ്റ് 0.68 ലെവലിൽ നിന്ന് മാർക്കറ്റ് തിരിച്ച് മേളിലോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ നമുക്കെന്ത് മനസ്സിലായി? ഇപ്പം ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആവുകയാണ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ഇനി അപ് ട്രെൻഡ് പോവാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോഴും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ചാൻസ് ഉണ്ടെന്നാണ്. ഇത് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഗെയിം ഓഫ് പ്രോബാബിലിറ്റിയാണ്. സോ ഇവിടെ നിന്ന് പോയി ഒരു നിർബന്ധവുമില്ല ഇവിടെ വന്ന് റിട്രേസ്മെൻറ്റ് എടുത്തതിന് ശേഷം മാർക്കറ്റ് മേളിലേക്ക് പോകുമെന്ന്. അത് നമ്മളൊരു പ്രോബബിലിറ്റി മാത്രമാണ്. സോ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഏത് റിട്രേസ്മെൻ്റ് ആയിക്കോട്ടെ, 0.6 0.5 എടുത്താൽ പോയേ പറ്റുള്ളൂ എന്ന് ഒരു നിയമമില്ല. പോയാലും ഇല്ലെങ്കിലും വേണമെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വന്നടിക്കാം, ഇനി അല്ലെങ്കിൽ ഇവിടുന്ന് ട്രെൻഡ് റിവേഴ്സ് ചെയ്യാം. അതുകൊണ്ടാണ് പറയുന്നത് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് തന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലും ചെയ്യുക. സ്റ്റോക്സിലാണെങ്കിലും ഇക്വിറ്റിയിലാണെങ്കിലും ഏതിലാണെങ്കിലും നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യുക. ഇനി വേണമെങ്കിൽ നമുക്കിനി ഒരു ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇവിടെ നിന്ന് നോക്കിയോ നിങ്ങൾ, ഇതാണല്ലോ അടുത്ത സ്വിങ്ങിലോ. എക്സാക്ട്ലി വന്നിട്ട് 0.6 വരെ വന്നില്ല, 0.6 വരെ വന്നില്ല, 0.5 വന്നിട്ട് റിട്രേസ് ചെയ്ത് മാർക്കറ്റ് മേളിലേക്ക് പോയി. ഇവിടെ നോക്കിയാലും ഒരു മാർക്കറ്റിൽ അടുത്തൊരു സ്ട്രക്ചർ ഫോം ചെയ്യിക്കണം നിങ്ങൾക്ക് കാണാൻ പറ്റുക. 0.50 വന്ന് ഡബിൾ ബോട്ടം മാർക്കറ്റ് ഡെയിലി ടൈം ഫ്രെയിമിൽ ഫോം ചെയ്ത് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മേളിലേക്ക് പോയി. കണ്ടോ? ഓക്കെ, ഇനിയിപ്പം നിങ്ങൾ ഇനി ഞാൻ ഏതെങ്കിലും ഒരു സ്റ്റോക്സും കൂടെ കാണിച്ചു തരാം. ബാങ്ക് നിഫ്റ്റി കാണിക്കുന്നതുകൊണ്ട് ഇനിയിപ്പോൾ എല്ലാം കൂടി ഈ ഒരു വീഡിയോ കാണിച്ചാൽ ഭയങ്കര ലെങ്തായി പോകും. അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മൾ റിട്രേസ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു എന്നിരിക്കട്ടെ. നമ്മളെങ്ങനെയായിരുന്നു ഇത് ചെയ്തതെന്ന് ഈ മേലിലേക്കുള്ളത് നിങ്ങൾ മറന്നേക്ക് കേട്ടോ. ഇവിടെ ഫിബോയെ എടുത്ത് പ്ലോട്ട് ചെയ്ത് സ്വിംഗ് ലോയിൽ നിന്ന് സ്വിംഗ് ഹൈയിലേക്ക് ഫിബോയെ എടുത്ത് പ്ലോട്ട് ചെയ്ത് ബാക്കി പുറകോട്ടുള്ള എല്ലാം മറന്നിരുത്. നിങ്ങൾ ഇവിടെ വച്ചാണ് ഇത് കണ്ടു തുടങ്ങിയെന്ന് ഇരിക്കട്ടെ. മാർക്കറ്റ് മേളിലോട്ട് പോയി താഴോട്ട് വന്നു, റിട്രേസ്മെൻ്റ് എടുത്തു 5-ൽ 50% വന്ന് മാർക്കറ്റ് റിട്രേസ് എടുത്തു മേളിലേക്ക് പോകാൻ നോക്കുന്നു. നിങ്ങളിവിടെയും എൻ്റർ ചെയ്തില്ല. ഇനി യാദർശികമായിട്ട് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്തു എന്നിരിക്കട്ടെ. ഈ ഒരു ക്യാൻഡിൽ എൻ്റർ ചെയ്തു എന്നിരിക്കട്ടെ. ഈ ഒരു ക്യാൻഡിൽ എത്രയാണ്? ഓഗസ്റ്റ് താഴത്ത് നോക്കുക, വെനസ്ഡേ 14 ഓഗസ്റ്റ് 2024. ഓക്കെ, ഇവിടെയാണ് നിങ്ങൾ HDFC ബാങ്കിനെ നിങ്ങൾ എടുക്കേണ്ടത്. പോട്ടെ, എന്നിട്ട് അവിടെയും എടുത്തില്ല എന്നിരിക്കട്ടെ. നിങ്ങൾ അത് കഴിഞ്ഞാണ് നിങ്ങൾ കാണുന്നത് മാർക്കറ്റ് വന്ന് ഒരു ഡബിൾ ബോട്ടം. ഈ സ്ട്രക്ചറൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇതിനാണ് ഡബിൾ ബോട്ടം എന്ന് പറയുന്നത്. മാർക്കറ്റ് ഇങ്ങനെ വന്നു ഡബിൾ ബോട്ടം സ്ട്രക്ചർ ഫോം ചെയ്തു. ഇതും അറിയില്ലെങ്കിൽ നമുക്ക് ഇതിനെയും ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യാം. ഡബിൾ ബോട്ടം വന്നു, ഈ ഡബിൾ ബോട്ടത്തെ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തു, മാർക്കറ്റ് മേലിലേക്ക് പോയി. നിങ്ങൾ അപ്പോഴാണ് ഇങ്ങനെ ഒരു പാറ്റേൺ ഇവിടെ കണ്ടത്. നിങ്ങൾ എന്ത് ചെയ്തു? ഈ ഒരു പാറ്റേൺ കണ്ടു, ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്യാം, ഇല്ലെങ്കിൽ ഓക്കെ റീടെസ്റ്റിൽ എൻ്റർ ചെയ്യാം. നമ്മൾ റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തില്ലെന്നിരിക്കട്ടെ. ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണല്ലോ ഓഗസ്റ്റ് 24-ാം തീയതി. ഓക്കെ,
അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത്രയും സ്ട്രക്ചറുകൾ തന്നിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി. ഇനി ഇവിടുന്ന് ചിലപ്പോൾ മേളിലേക്ക് പോകാനാണ് ചാൻസ്, അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡാണ്. അപ്പോൾ നിങ്ങളൊരു ഒരു 10,000 റുപ്പീസും കയ്യിൽ പിടിച്ചാൽ നിങ്ങൾ ഇരിക്കുന്നത്. എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. നിങ്ങളിങ്ങനെ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് വച്ചിട്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പാറ്റേൺ കിട്ടി, 50% റിട്രേസ്മെൻറ്റ് കിട്ടി, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ടും കിട്ടി. ഓക്കെ, ഈ 50% തന്നെ വെച്ച് ചെയ്തോ, കുഴപ്പമില്ല. ഞാൻ ഈ ബ്രേക്ക് ഔട്ട് കണ്ടപ്പോൾ ഞാൻ യാദൃശികമായിട്ട് കണ്ടുകൊണ്ടാണ് കേട്ടോ ബ്രേക്ക് ഔട്ടിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏതൊക്കെ കണ്ടീഷൻ കിട്ടി? ഒന്നാമത്തെ കിട്ടി മാർക്കറ്റ് അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തില്ല. ഏറ്റവും റീസെൻറ്റ് കാര്യമായിട്ടാണ് പറയണത്. നമ്മൾ മാർക്കറ്റിൽ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്, മാർക്കറ്റ് മേളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റിയും കിട്ടിയില്ല. ഈ ഡിപ്പിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു. ഈ ഒരു സ്വിംഗ് ലോ ഉണ്ടായ സമയത്ത് നമ്മൾ പറഞ്ഞു, മാർക്കറ്റെ ഇനി നിന്നെ ഞാൻ വിടാൻ പോകുന്നില്ല, ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്നു. ഇവിടെയാണ് നിങ്ങൾ ആദ്യം കൊണ്ടുവച്ചു, ഇവിടെ കൊണ്ടുവച്ചു, അപ്പോഴൊന്നും റിട്രേസ് ചെയ്യുന്നില്ല. ഇവിടെ കൊണ്ടുവച്ചു, റിട്രേസ് ചെയ്യുന്നില്ല. ഏറ്റവും ടോപ്പിൽ കൊണ്ടുവച്ചു, റിട്രേസ് ചെയ്യുന്നില്ല. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾ നോക്കിയപ്പോൾ ഇവിടെയാണ് മാർക്കറ്റ് എത്തിയെന്ന്. ബാക്കി ഇതൊക്കെ മാർക്കറ്റ് ഇവിടം വരെ എത്തി, ഇവിടെ വന്നു. നിങ്ങളിത് പ്ലോട്ട് ചെയ്ത് വെച്ചാൽ മാർക്കറ്റ് താഴോട്ട് പോകുന്നുണ്ട്. സോ ഓക്കെ, വെയിറ്റ്. ഇവിടെ വന്നു, റിട്രേസ് ചെയ്ത് മേളിലേക്ക് പോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരിക്കലും ഈ ലെവൽസിനെയോ റെക്കമെൻഡ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ്. നമ്മളത് ചെയ്തില്ല, വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ ചെയ്യില്ല എന്ന് പറയാനുള്ള കാരണം എന്താ അറിയാം? ഇപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു റിജക്ഷൻ ക്യാൻഡിൽ, ഈ ഒരു റെഡ് വരച്ച് കാണിച്ചു തരാം. ഈ ഒരു റെഡ് റിജക്ഷൻ ക്യാൻഡിൽ, ഇവിടെ റിജക്ഷൻ വന്നു. നിങ്ങൾ ഹൈലി ബുള്ളിഷ് ആണെന്ന് ഓർത്തു, നിങ്ങൾ എൻ്റർ ചെയ്തു, മാർക്കറ്റ് ഹിറ്റ് യുവർ സ്റ്റോപ്പ് ലോസ്. സിമ്പിൾ. പിന്നെ എൻ്റർ ചെയ്തു, മാർക്കറ്റ് ഹിറ്റ് യുവർ സ്റ്റോപ്പ് ലോസ്. എന്നിട്ട് മാർക്കറ്റ് മേലിലേക്ക് പോയി. സോ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് മിനിമം 50% റിട്രേസ്മെൻറ്റ് എടുക്കുക, അല്ലെങ്കിൽ 0.6. ഇനി ഇവിടെ നിന്നും മാർക്കറ്റ് മേലിലേക്ക് പോകാൻ താല്പര്യമില്ല. ഇതിപ്പം മാർക്കറ്റ് മേലിലേക്ക് പോയെന്നതേ ഉള്ളൂ. ചിലപ്പം ഇവിടെ 0.6 റിട്രേസ്മെൻറ്റ് എടുക്കാൻ വരാം. അപ്പം നിങ്ങൾ ഇവിടെ മിനിമം നിങ്ങൾക്ക് ഒരു ബഫർ സ്റ്റോപ്പ് ലോസ് കൊടുക്കുമ്പോൾ, ഇവിടെ ഇപ്പം നിങ്ങൾ എൻട്രി എടുത്തു, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ ഏകദേശം ഇവിടെയോ കൊടുത്തിരിക്കും, ഒരു ബഫർ സ്റ്റോപ്പ് ലോസ്. പക്ഷേ നിങ്ങൾ ഇവിടെയാണ് 0.26 എൻട്രി എടുത്തെങ്കിൽ നിങ്ങൾ എവിടെ കൊടുക്കും? ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ കൊടുക്കുമ്പം അവിടെ വന്ന് ഹിറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്താൽ എത്ര ഹ്യൂജ് ലോസ് വരും. സോ അതാണ് നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എത്ര ചെറുതാക്കാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സോ ഇനി ബാക്ക് ഇതെല്ലാം ഒന്ന് കളഞ്ഞേക്കട്ടെ. ഓക്കെ, നമ്മളത് ഈ ഒരു ക്യാൻഡിലാണ്, ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ, ഈ ഒരു ഗ്രീൻ ക്യാൻഡിലിൻ്റെ ഡബിൾ ബോട്ടം ബ്രേക്ക് ഔട്ട് 50%. നമുക്കിപ്പോൾ എന്താ കിട്ടി? അപ് ട്രെൻഡ് ആണെന്ന് നമുക്ക് കൺഫേം ഉണ്ട്. രണ്ടാമത്തത് ഇവിടെ വന്ന് 50% ഫിബോയുടെ റിട്രേസ്മെൻറ്റ് എടുത്തു. മൂന്നാമത്തത് ഒരു പാറ്റേൺ ഡബിൾ ബോട്ടം പാറ്റേൺ ഫോം ചെയ്തു, അതിൻ്റെ ബ്രേക്ക് ഔട്ട് കിട്ടി. അപ്പം 4 കൺഫർമേഷൻ നമുക്കിവിടെ കിട്ടി. ഈ ഒരു കൺഫർമേഷൻ്റെ അകത്താണ് നമ്മളുടെ ട്രേഡിനെ എടുക്കാൻ പോകുന്നത്. ഇതെന്ന് പറയുന്നത് താഴത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഓഗസ്റ്റ് 24 ക്യാൻഡിലാണ്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്കിങ് സ്റ്റോക്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനിരിക്കുകയെന്നിരിക്കട്ടെ. നമുക്ക് ഏത് വേണം? നമുക്കൊരു കാര്യം ചെയ്യാം. ICICI, HDFC, ഏത് വേണമെങ്കിലും എടുക്കാം. നമുക്ക് HDFC തന്നെ എടുക്കാം. HDFC ബാങ്ക് എടുത്തു. ഓക്കെ, നമ്മൾ പറഞ്ഞ ഡേറ്റ് ഏതായിരുന്നു? ഓഗസ്റ്റ് 24. എവിടെ ഓഗസ്റ്റ് 22, 23, 24. ഓഗസ്റ്റ് 24. ഓഗസ്റ്റ് 24 തീയതിയിലെ ക്യാൻഡിൽ. ഈ ഓഗസ്റ്റ് 24 ക്യാൻഡിൽ നിങ്ങൾ നോക്കി, നമുക്ക് ഇവിടെ എത്ര ടൈപ്പ് ഓഫ് പാറ്റേൺ കാണാൻ പറ്റും? ഒന്ന്, ഇൻസൈഡ് ക്യാൻഡിൽ. ഇന്നലെ ഒരു ബ്രദർ എന്നോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ്, അതിപ്പോൾ ഓർത്താണ് ഇൻസൈഡ് ക്യാൻഡിലെ കാര്യം പറഞ്ഞപ്പോൾ, എങ്ങനെയാണത് എൻഗൾഫിങ് ക്യാൻഡിലായത്? ടെക്നിക്കലി അല്ലല്ലോ എന്നൊക്കെ. സുഹൃത്ത്, അതൊന്ന് എടുത്തു വച്ച് വളരെ കാര്യമായിട്ട് ആ വീഡിയോ ഒന്നും കൂടെ കണ്ടു നോക്കണം. അത് എൻഗൾഫിങ് ക്യാൻഡിലാണ്. ആ എൻഗൾഫിങ് ക്യാൻഡിലിൻ്റെ ബ്രേക്ക് ഔട്ടിൽ തന്നെയാണ് ഞാൻ ഇന്നലത്തെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തത്. ഓക്കെ,
ഈ ഒരു ക്യാൻഡിലിനെ നോക്കുക, നമ്മൾ പറഞ്ഞ ഡേറ്റിലുള്ള ക്യാൻഡിലാണ്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റി? ഇതൊരു ബുള്ളിഷ് ഹാമർ ക്യാൻഡിലാണെന്ന് കാണാൻ പറ്റി. ഇതൊരു ഇൻസൈഡ് ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ട് മുന്നിലത്തെ ക്യാൻഡിലിൻ്റെ അകത്ത് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നു, അതാണ് ഇൻസൈഡ് ക്യാൻഡിൽ. കണ്ട, ദാ ഇൻസൈഡ് ക്യാൻഡിൽ, ഇൻസൈഡ് ക്യാൻഡിൽ ഈ ഇൻസൈഡ് ക്യാൻഡിൽ ഫോം ചെയ്തിരിക്കുന്നു. നമ്മളുടെ ഇൻസൈഡ് ക്യാൻഡിലിൻ്റെ ഹൈയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത ഉടനെ തന്നെ നമ്മളുടെ ട്രേഡിൽ എൻ്റർ ചെയ്തു. ട്രേഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം കേട്ടോ, സ്റ്റോക്സിനെ പറ്റിയൊക്കെ ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മളുടെ സ്റ്റോക്കിൽ എൻ്റർ ചെയ്തു. എത്രയായിരുന്നു? ഇതിൻ്റെ ഒരു ബഫർ സോണും കൂടി എടുത്തു. കാരണം ഇവിടം വരെ ഇത് റിജക്ഷനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കൊരു 50 പോയിൻറ്റ്സ് കൊടുക്കും, വേണ്ട പോട്ടെ, ഒരു 60 പോയിൻറ്റ്സ് കൊടുക്കാം. ബെയറബിൾ ആണല്ലോ. നമ്മളതേ അടുത്ത ഇതിൻ്റെ പ്രീവിയസ് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് നിങ്ങൾ അവിടെ ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ വന്ന ഏതെങ്കിലും ഒരു ഏരിയ നോക്കി. ഇവിടുത്തെ ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ഏരിയ തന്നെ നിങ്ങൾ നോക്കിയോ. നമുക്ക് വെറുതെ നോക്കാം. ഈ ഗ്യാപ്പ് ഫില്ലിംഗ് ഏരിയ തന്നെ നോക്കിയേ. നിങ്ങൾ 134 പോയിൻറ്റ്സ് മിനിമം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? 134 പോയിൻറ്റ്സ് നിങ്ങൾ വെറും 50-60 ഇനിയിപ്പം ഒരു 50 പോയിൻറ്റ്സിൻ്റെ ഇതിൻ്റെ ഇത്രയും കൊടുക്കേണ്ട കാര്യമില്ല. ഈ ഹാമർ ക്യാൻഡലിൻ്റെ താഴെ തന്നെ സ്റ്റോപ്പ് ലോസ് കൊടുത്താൽ മതി. ഞാൻ പറഞ്ഞത് ഒരു ബഫർ പോയിൻറ്റും കൂടി ഇട്ട് കൊടുക്കുന്നേ, ഒരു 45 പോയിൻറ്റ്സ് ഇട്ട് കൊടുക്കുന്നേ. എന്താ പ്രശ്നം? നിങ്ങൾ എയിം ചെയ്തിരുന്നത് ഒന്നില്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്നായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്നായിരിക്കും. 134 പോയിൻറ്റ്സ് കിട്ടി. നിങ്ങളൊരു 10,000 റുപ്പീസാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തത് ഓഗസ്റ്റ് 24-ാം തീയതിയാണ്. നിങ്ങൾ വേറെ ജോലിയുള്ള ആളായിക്കോട്ടെ, ഇത് നിങ്ങൾ ഡെയിലി ഒന്നും നോക്കിയിരിക്കേണ്ട. നിങ്ങൾ ഒരു ടാർഗറ്റും ഒരു സ്റ്റോപ്പ് ലോസും നിങ്ങൾ സെറ്റ് ചെയ്ത് എഴുതി വച്ചേക്കുക. മാർക്കറ്റ് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. ഇത് ഇവിടെ കിടന്ന് മാർക്കറ്റ് റൺ ചെയ്യാതിരുന്നു, നിങ്ങളുടെ 10,000 രൂപ അവിടെ കിടന്നോട്ടെ സുഹൃത്തെ. ഇപ്പം ആ 10,000 രൂപ ഇപ്പം നിങ്ങൾ 134 പോയിൻറ്റ്സ് നിങ്ങൾക്ക് ഗെയിൻ ചെയ്ത് തന്നിരിക്കുകയാണ്. ഏത് സ്റ്റോക്കിൽ നിങ്ങൾക്ക് ഏത് ബാങ്ക് നിങ്ങൾക്ക് ഇത്രയും 10,000 രൂപ ഇട്ടാൽ ഇത്രയും ദിവസം കൊണ്ട് ഓഗസ്റ്റ് 24-ാം തീയതി ഇട്ടതാണ്. ഇതിപ്പോൾ എത്രാം ദിവസമാണ്? സെപ്റ്റംബർ 24-ാം തീയതി. ഒരു മാസത്തിനുള്ളിൽ ഇത്രയും റിട്ടേൺ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ഏത് ബാങ്കാണ് സുഹൃത്തെ നിങ്ങൾക്ക് ഇത്രയും റിട്ടേൺ തരുന്നത്? ഒരു ബാങ്കും തരില്ല. സോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നുണ്ട്. ഇത് ഇത്രയും പറഞ്ഞു തന്നാൽ മാത്രമേ ഇത്രയും മനസ്സിലാവുകയുള്ളൂ. അപ്പം ഇപ്പോൾ ഫിബോയുടെ യൂസും ഫിബോയെ എങ്ങനെ യൂസ് ചെയ്യണമെന്നും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇങ്ങനെ യൂസ് ചെയ്യുക, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക, ഇങ്ങനെ മാർക്കറ്റിൽ എൻട്രി ചെയ്യുക. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ ഒന്ന് അറിയിക്കുക. ഇനി എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പം ക്യാൻഡിൽസിനെ പറ്റി വേണമെങ്കിൽ നമുക്കൊരു വീഡിയോയും കൂടെ നാളെ ഞാൻ ഫ്രീ ആണ്. ഇതിൻ്റെ താഴത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാൻഡിൽസിനെ പറ്റി, ക്യാൻഡിൽ സ്റ്റിക്സിനെയും ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണിനെയും പറ്റിയും വേണമെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യണോ അതോ ഇത് കൂടുതലായിപ്പോയോ, ഇത് വലിച്ചു നീട്ടലായിപ്പോയോ എന്നൊന്നും എനിക്കറിയില്ല. ആയെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിച്ചു നീട്ടാതെ ഇച്ചിരിയും കൂടെ ഷോർട്ടായിട്ട് ചെയ്യാം. അതോ ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഇത് മനസ്സിലാവില്ലല്ലോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ക്യാൻഡിലിനെയും ക്യാൻഡിൽ സ്റ്റിക്കിനെയും പാറ്റേൺസിനെയൊക്കെ പറ്റിയുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഒരു 5-10 പേരെങ്കിലും മിനിമം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം എത്ര ആവശ്യക്കാരുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണ്ടേ നമ്മൾ കമൻറ്റ് ചെയ്യാൻ, അല്ലാതെ വീഡിയോ ചെയ്യാൻ. അല്ലാതെ 1-2 പേർക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ടൈം എങ്ങനെ ഇത്രയും സ്പെൻഡ് ചെയ്യുക. സോ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. യൂസ്ഫുൾ ആയെന്നും കമൻറ്റ് ചെയ്യുക. ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെയോ വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത്. എനിക്ക് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോഴിപ്പോൾ തോന്നിയത് ക്യാൻഡിൽ സ്റ്റിക്ക്, ഹാമർ ക്യാൻഡിൽ, ഇൻവേർട്ടഡ് ഹാമർ, മോർണിംഗ് സ്റ്റാർ, W പാറ്റേൺ, ഹാമർ ക്യാൻഡിൽ, ഡിഫറെൻറ്റ് ടൈപ്സ്, ചാനൽ പാറ്റേൺ എന്താണ്, ഡബിൾ ബോട്ടം, ഡബിൾ ടോപ്പ് എന്താണ്, കപ്പ് ആൻഡ് ഹാൻഡിൽ, അങ്ങനെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. അപ്പം ആദ്യം നമുക്ക് വേണമെങ്കിൽ ഒരു ക്യാൻഡിലിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. അത് കഴിഞ്ഞ് അടുത്ത വീഡിയോ പാറ്റേൺസിനെ പറ്റി ചെയ്യാം. അപ്പോൾ ക്യാൻഡിലിൻ്റെ വീഡിയോ നമുക്ക് വേണമെങ്കിൽ ആദ്യം ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യാൻഡിൽസിൻ്റെ വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. മിനിമം ഒരു 5-10 പേരെ
താഴേക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യക്കാരുണ്ട്, മിനിമം ഒരു 10 പേർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അല്ല നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ലീവ് ചെയ്യാം. സോ ഈ വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റായിട്ട് ഇത് ചെയ്യുക. ഞാൻ എൻ്റെ ഒരുപാട് സമയം എടുത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു, ബൈ.